കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തോട് ചേർന്നുള്ള ഗോൾഫ് കോഴ്സ് ഉദ്ഘാടനത്തിന് തയ്യാറായി. 30 കോടി ചെലവിലാണ് ഗോൾഫ് കോഴ്സ് ഒരുക്കിയിരിക്കുന്നത്. ഏറ്റവും മനോഹരമായ ഗോൾഫ് കോഴ്സുകളിൽ ഒന്നാണ് നെടുമ്പാശ്ശേരിയിലേത് എന്നാണ് അഭിപ്രായം. രാജ്യാന്തര വ്യോമപാതയുടെ കീഴെ ഗോൾഫ് കോഴ്സിന്റെ നേർത്ത പച്ചവിരിപ്പ്. ഗോൾഫ് കളിയുടെ സാങ്കേതിക ഭാഷയിൽ പറഞ്ഞാൽ 9 ഫെയർവേകളാണ് ഒരുക്കിയിരിക്കുന്നത്. അടുത്ത ഘട്ടത്തിൽ ഇത് 18 ആകും. തുടക്കക്കാർക്കായി പ്രാക്ടീസ് ഫെയർവേയും ഒരുക്കിയിട്ടുണ്ട്. ബർമുഡ പുല്ലാണ് ഫെയർവേയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 5 തടാകങ്ങളും 5 ബങ്കറുകളും ഗോൾഫ് കോഴ്സിലുണ്ട്. സ്പൈസസ് ഗാർഡനും ഔഷധത്തോട്ടവും ഉടനൊരുക്കും. നീന്തൽക്കുളം, ടെന്നീസ് കോർട്ട്, ഫിറ്റ്നസ് ക്ലബ്, റെസ്റ്റോറന്റ്, ബാർ, കുട്ടികൾക്കും സ്ത്രീകൾക്കും പന്ത് ഉരുട്ടിക്കളിക്കാനുള്ള കൊക്കറി തുടങ്ങിയ സംവിധാനങ്ങളും തയ്യാറായി കഴിഞ്ഞു. ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനായിട്ട് കൂടുതൽ ടൂറിസ്റ്റ് കൊച്ചിയിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ വിമാനത്താവളത്തിന് ഗതാഗതം വർദ്ധിക്കാനൊരു സാധ്യതയുണ്ട്. അതനുസരിച്ചപ്പോൾ ബിസിനസ്സും കൂടും. പുല്ല് നനയ്ക്കാനും ചെത്താനും യന്ത്രവൽകൃത സംവിധാനങ്ങൾ, 200 കാറുകൾക്ക് പാർക്കിംഗ് ഇവയൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞു. കളിക്കാർക്ക് സഞ്ചരിക്കാനുള്ള വാഹനമായ ഗോൾഫ് ബഗിയും എത്തി. 3 വർഷം കൊണ്ടാണ് സിയാൽ ഗോൾഫ് കോഴ്സ് ഒരുക്കിയത്. കിറ്റ്കോയാണ് കൺസൾട്ടൻസ്. അംഗത്വ ഫീസിലൂടെ മുതൽ മുടക്ക് ഏതാണ്ട് തിരിച്ചുപിടിക്കാനായെന്ന നേട്ടവും സിയാലിനുണ്ട്. 2 ലക്ഷം രൂപ അംഗത്വ ഫീസുള്ള 1100 മെമ്പർഷിപ്പും 6 ലക്ഷം രൂപ ഫീസുള്ള 30 കോർപ്പറേറ്റ് അംഗത്വവും നൽകിക്കഴിഞ്ഞു. വാർഷിക ഫീസും മാച്ച് ഫീസും വേറെ കിട്ടും. ഗോൾഫ് കോഴ്സിനോടനുബന്ധിച്ച് കളിക്കാർക്ക് താമസിക്കാനുള്ള കോട്ടേജുകൾ താമസിയാതെ ഒരുങ്ങും. വ്യോമപാതയ്ക്ക് കീഴെ 130 ഏക്കറിലാണ് നെടുമ്പാശ്ശേരിയിൽ ഗോൾഫ് കോഴ്സ് തുടങ്ങുന്നത്. കാലാവസ്ഥാ മാറ്റം പ്രതികൂലമായി ബാധിക്കാത്ത തരത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന ഈ ഗോൾഫ് കോഴ്സിനെ ഓൾ വെതർ കോഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഗോൾഫ് കോഴ്സും ഗോൾഫ് വില്ലകളും വരുന്നതോടെ സിയാലിന്റെ വരുമാനത്തിൽ വൻ വർധനവാകും ഉണ്ടാവുക. ക്യാമറാമാൻ പി ടി മധു.